കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ എന്താ പറയുക, യുദ്ധകാന്ഡം 12-ാം സർഗത്തിൽ നമ്മൾ 62-ാമത്തെ ശ്ലോകമാണ്. നമ്മൾ വളരെ നല്ലൊരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയത് അല്ലേ. എന്താ വെച്ചാൽ പിന്നെ ഭർത്താവ് അയച്ച പിന്നെ രാവണനെ കൊന്നെന്നുള്ള നിഗ്രഹിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ട് സീത സന്തോഷം കൊണ്ട് തൊണ്ടറിക്കൊണ്ട് പറഞ്ഞു, ഞാനിപ്പോൾ നിനക്ക് എന്ത് സമ്മാനം തരേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഈ 3 ലോകത്തിലും മുഴുവനുള്ള ആഭരണങ്ങളും രത്നങ്ങളും തന്നാലും നീ പറഞ്ഞ ഈ വാക്കിന് തുല്യാവില്ല എന്ന്. അതായത് എത്തൊക്കെ ഞാൻ നിനക്ക് തന്നാലും നീ എനിക്കിപ്പോൾ നൽകിയിട്ടുള്ള സന്തോഷത്തിന് ഒരു പകരം, അല്ലെങ്കിൽ ആ സന്തോഷത്തിന് പകരമായിട്ട് എനിക്ക് ഇന്ന് എനിക്കൊന്നും തരാൻ സാധിക്കില്ല. എന്തു തന്നെ തന്നാലും അതിന് പകരാവില്ല എന്ന് ഞാൻ ഈ 3 ലോകത്തിലും അതിന് പകരം ആയിട്ട് തരാനായിട്ടൊരു സാധനം ഞാൻ കാണില്ല എന്ന് പറഞ്ഞു അല്ലേ. അത്ര സന്തോഷമായി സീതയ്ക്ക്. അതാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. ഇനി 63-ഉം 64-ത്തെ ഒരു വരിയാണെന്നുള്ളത്. ഏവമുക്തസ്തു വൈദേഹ്യ പ്രത്യുവാച പ്ലവംഗമ രത്നൗഖാദ്വിവിധാദ്വാപി ദേവരാജ്യാദ്വിശിഷ്യത്തെ ഹതശത്രും വിജയിനം രാമം പശ്യാമി സുസ്ഥിരം. അതായത് വൈദേഹ്യ, അതായത് വിദേഹ രാജപുത്രി ചാര പിന്നെ സീതയാൽ ഏവമുക്ത ഇപ്രകാരം പറഞ്ഞപ്പോൾ പ്ലവംഗമ മീൻസ് ഹനുമാൻ പടെ പ്രത്യുവാച മറുപടി പറഞ്ഞു. ഹതശത്രും, അതായത് ശത്രു നിഗ്രഹിക്കപ്പെട്ടവനും, അതായത് നിഗ്രഹിക്കപ്പെട്ട ശത്രുവോടുകൂടിയവനും വിജയത്തോടുകൂടിയവനുമായ രാമനെ സുസ്ഥിരം ഏറ്റവും സ്ഥിരനായിട്ട് പശ്യാമി ഞാൻ കാണുന്നു എന്നത്. വിവിധാത് രത്നൗഖാദ് പലവിധത്തിലുള്ള രത്നസമൂഹത്തിനേക്കാളും ദേവരാജ്യത്തിനേക്കാളും വിശിഷ്യേന, അതായത് വിശിഷ്ടമായിട്ടുള്ള രത്നങ്ങൾ തന്നാലും കൂടി അതിനൊരു പകരാവില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം പറയുകയാണ് ഹനുമാൻ മറുപടി. സീത ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹനുമാൻ മറുപടി പറഞ്ഞു, ഹേ ദേവി, ശ്രീരാമൻ ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചിട്ട് ഇപ്പോൾ ജയിച്ചിട്ട് നല്ല സന്തോഷമായിരിക്കുന്നതിന് ഞാൻ കാണുന്നു. ആ ഭഗവാനെ വിജയമായിട്ടും സന്തോഷമായിട്ടും കാണുന്നത് ആ കാഴ്ച ഉണ്ടല്ലോ, ആ കാഴ്ചയിൽ നിന്നുണ്ടാകുന്ന സന്തോഷം എനിക്ക് ദേവി എത്ര രത്നസമൂഹങ്ങളും സ്വർഗലോകത്തിനേക്കാളും കേമായിട്ടുള്ള എന്തെങ്കിലും തന്നാലും എനിക്ക് അതിലധികം സന്തോഷമാണ്. എന്ത്, ഭഗവാൻ രാവണനെയും ശത്രുക്കളെയും മുഴുവൻ വധിച്ച് വിജയിയായിട്ട് സന്തോഷവാനായിട്ട് കാണുന്നത് ആണ് എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷം. ദേവി പറഞ്ഞില്ലേ, എനിക്കൊന്നും തരാൻ പറ്റില്ല, ഈ ലോകത്തിൽ മുഴുവനുള്ള എല്ലാ രത്നങ്ങളും കൗതുക വസ്തുക്കളും എനിക്ക് സ്വർഗം തന്നെ ലഭിച്ചാലും എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന്. അതായത് ആനന്ദസ്വരൂപനായിട്ടുള്ള രാമനെ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന സന്തോഷം ഏതൊരു വസ്തു ലഭിച്ചാലും എനിക്കുണ്ടാവില്ല എന്ന് പറയുകയാണ് ഹനുമാൻ. ആ ആനന്ദസ്വരൂപനായിട്ടുള്ള രാമനെ കാണുന്ന സന്തോഷം എനിക്ക് വേറെ എന്ത് കിട്ടിയാലും ഇല്ല എന്ന്. ഏവമുക്തസ്തു വൈദേഹ്യ പ്രത്യുവാച പ്ലവംഗമ രത്നൗഖാദ് വിവിധാദ്വാപി ദേവരാജ്യാദ്വിശിഷ്യതേ. ദേവരാജ്യത്തിനേക്കാളും ചെന്നാൽ സ്വർഗത്തിനേക്കാളും എനിക്ക് വലുത് ഭഗവാന്റെ ഈ ആനന്ദസ്വരൂപനായിട്ട് രാമനെ കാണുന്നതാണെന്ന്. അതിലൊരു വലിയ സന്തോഷം എനിക്കില്ല. ഹതശത്രും വിജയിനം, ശത്രുക്കളെ നിഗ്രഹിച്ച വിജയിയായിട്ടുള്ള രാമം പശ്യാമി സുസ്ഥിരം, ആ രാമനെ കാണുന്നത്. അത്ര ഭക്തി ഉണ്ടല്ലോ പിന്നെ എന്താണ് ആർക്ക്, ഹനുമാനി. ഇനി 65-ഉം 66-ത്തെ ഒരു വരി കേട്ടോ.
തസ്യ തദ്വചനം ശ്രുത്വാ മൈഥിലീ പ്രാഹമാരുതിം സർവേ സൗമ്യഗുണാ സൗമ്യ ത്വയ്യേവ പരിനിഷ്ഠിതാഃ രാമം ദ്രക്ഷ്യാമി ശീഘ്രം മമ ആജ്ഞാപയതു രാഘവഃ. തസ്യ അവൻ്റെ തദ്വചനം ആ വചനത്തെ ശ്രുത്വ കേട്ടിട്ട് മൈഥിലി അതായത് സീത മാരുതി അതായത് ഹനുമാനോട് പ്രാഹ പറഞ്ഞു സൗമ്യ ഹേ സൗമ്യ വളരെ സൗമ്യനാണ്, വളരെ സൗമ്യ സ്വഭാവമുള്ളതല്ലേ, സൗമ്യ സ്വഭാവമുള്ള ഹനുമാനെ സർവേ സൗമ്യഗുണാഹ സകല സൽഗുണങ്ങളും ത്വയി ഏവ നിന്നിൽ തന്നെ പരിനിഷ്ഠിത, നീ സൽഗുണ സമ്പന്നനാണെന്ന്, എല്ലാ ഗുണങ്ങളും നിന്നിൽ ഇരിക്കുന്നു. രാമനെ ദ്രക്ഷ്യാമി കാണാൻ ആഗ്രഹിക്കുന്നു. രാഘവ രഘുശ്രേഷ്ഠൻ ശീഘ്രം വേഗം മാം എന്നെ ആജ്ഞാപിക്കട്ടെ. അതായത് ഹനുമാൻ്റെ ഭക്തിയും വേറൊന്നിനും ആഗ്രഹമില്ലാത്ത ആ സ്വഭാവവും കണ്ടിട്ട് പരാക്രമത്തെയും ഒക്കെ ഇത് കേട്ടിട്ട് സീത പറഞ്ഞു, ഹേ സൗമ്യ, ചന്ദ്രനെ പോലെ സോമനെ പോലെ, അതാണ് സൗമ്യ എന്ന് പറയാൻ ഒരു കാരണം, ചന്ദ്രനെ പോലെ തണുപ്പ് തരുന്നതാണ്. സോമനെ പോലെ അതായത് ചന്ദ്രനെ പോലെ അമൃതം കൊണ്ട് ആനന്ദിപ്പിക്കുന്ന ഹനുമാനെ, സർവ്വലോകത്തെയും ആനന്ദിപ്പിക്കുന്ന സമസ്ത സർവഗുണങ്ങളും തികഞ്ഞുന്ന നിന്നിൽ നീയ സർവഗുണസമ്പന്നനാണ് ഹനുമാനെ. ഞാൻ ശ്രീരാമചന്ദ്രനെ വേഗം കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ആ ശ്രീരാമചന്ദ്രൻ അതിനായിട്ട് എനിക്ക് അനുവാദം നൽകണമെന്ന് ആണ് എൻ്റെ പ്രാർത്ഥന. അതുമാത്രം എനിക്ക് പറയാനുള്ളൂ. എനിക്ക് രാമനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ കാണുവാനൊരു അവസരം ഉണ്ടാക്കണം എന്ന് ഉള്ള ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. അത് പോയി പറഞ്ഞാൽ മതി എന്ന് പറയാണ്. രാമം ദ്രക്ഷ്യാമി ശീഘ്രം, എനിക്ക് രാമനെ വേഗം കാണണം. രാമാജ്ഞാപയതു, അത് രാമൻ്റെ അനുവാദത്തോടു കൂടി എനിക്ക് രാമനെ വേഗം കാണണം എന്നൊന്ന് പോയി പറഞ്ഞാൽ മതി എന്ന്. അതാണ് തസ്യ തദ്വചനം ശ്രുത്വാ മൈഥിലീ പ്രാഹമാരുതിം സർവേ സൗമ്യഗുണാ സൗമ്യ ത്വയ്യേവ പരിനിഷ്ഠിത രാമം ദ്രക്ഷ്യാമി ശീഘ്രം. അതാണ് ശരിക്ക് മെസ്സേജ്, അതാണ് രാമം ദ്രക്ഷ്യാമി ശീഘ്രം. എനിക്ക് രാമനെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ രഘുരതിലകൻ അതിനെനിക്ക് അനുവാദം മാം ആജ്ഞാപയതു രാഘവ, അതിനെനിക്ക് ഭഗവാൻ അനുവാദം നൽകണം എന്ന് പോയി പറയാൻ പറഞ്ഞു. അതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. രാഘവ 67 തഥേതി താം നമസ്കൃത്യ യയൗ ദ്രഷ്ടും രഘൂത്തമം ജാനക്യാഭാഷിതം സർവം രാമസ്യാഗ്രേ ന്യവേദയത്. തഥാ ഇതി, അപ്രകാരം ശരി, ഓക്കെ, അങ്ങനെ ആവാം, തഥാസ്തു എന്ന് പറഞ്ഞിട്ട് താം അവളെ നമസ്കൃത്യ, അതായത് സീതയെ നമസ്കരിച്ചിട്ട് രഘൂത്തമം ദ്രഷ്ടും, രഘുപതിയെ ദർശിക്കാനായിക്കൊണ്ട് അല്ലെങ്കിൽ കാണാനായിക്കൊണ്ട് യയൗ ഹനുമാൻ പോയി ജാനകിയുടെ സർവം ഭാഷിതം, ജാനകി പറഞ്ഞതിനെയൊക്കെ രാമസ്യ അഗ്രേ, രാമൻ്റെ മുമ്പിൽ ന്യവേദയത് അറിയിച്ചു. അതായത് ശരി, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് സീതയെ നമസ്കരിച്ച ശേഷം ഹനുമാൻ ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് സീത പറഞ്ഞ എല്ലാ വാക്കുകളെയും ഒന്നും വിട്ടുകളയാതെ ഭഗവാനെ അറിയിച്ചു. തഥേതി താം നമസ്കൃത്യ യയൗ ദ്രഷ്ടും രഘുത്തമം ജാനക്യാഭാഷിതം സർവം രാമസ്യാഗ്രേ ന്യവേദയത്. 68 യന്നിമിത്തോയമാരംഭ കർമ്മണം ച ഫലോദയ താം ദേവീം ശോകസന്തപ്തം ദ്രാഷ്ടും അർഹസി മൈഥിലിം. അയം ആരംഭ, ഈ പ്രവൃത്തിയും, ആരംഭം പ്രവൃത്തി, ഈ പ്രവൃത്തിയും കർമ്മങ്ങളുടെ ഫലോദയാച്ച ഫലപ്രാപ്തിയും എന്നിമിത്ത ഏതൊരു സ്ത്രീയാകുന്ന കാരണത്തോടു കൂടിയതോ ശോക സന്തപ്താം, ദുഃഖം കൊണ്ട് അങ്ങേയറ്റം തപിച്ചിരിക്കുന്ന താം മൈഥിലീം ദേവിയും, ആ ജാനകി ദേവിയെ ദ്രഷ്ടുമർഹസി, ദർശിക്കാൻ നിന്തിരുവടി അർഹനാകുന്നു. എന്താ പറഞ്ഞറിയോ, ഇതുവരെ, അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതുവരെയുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്തത്? ജാനകിയെ തിരിച്ചു കിട്ടാനല്ലേ. അപ്പോൾ ഇതുവരെ നടത്തിയ എല്ലാ പ്രവൃത്തിയും കർമ്മങ്ങളുടെയൊക്കെ ഫലപ്രാപ്തിയും ആരേക്ക് വേണ്ടിയായിരുന്നുവോ ആ ദുഃഖത്താൽ അങ്ങേയറ്റം തപിച്ചുകൊണ്ടിരിക്കുന്ന, ആർക്ക് വേണ്ടിയാണ്? സീതയ്ക്ക് വേണ്ട. അങ്ങനെ ദുഃഖത്താൽ അധികം തപിച്ചുകൊണ്ടിരിക്കുന്ന ആ സീതാദേവിയെ നിന്തിരുവടി കാണാൻ അർഹനാകുന്നു. എന്താ വെച്ചാൽ നിന്തിരുവടിയുടെ
കാണാൻ ഇന്ദിരുവടിയുടെ ദർശനത്തിന് അനുവാദം നൽകി സീതാദേവിയുടെ ദുഃഖം തീർക്കേണ്ട കാലായി, അതിന് കാരുണ്യം ഉണ്ടാവണം എന്ന് പറയാണ് ഹനുമാനെ. അതായത് ആർക്ക് വേണ്ടിയാണ് അങ്ങ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത്? ഈ ഫലപ്രാപ്തിയും ആരെ കാരണമാക്കിയിട്ടാണ്? സീതാദേവിക്ക് വേണ്ടിയിട്ടല്ലേ. ആ സീതാദേവി എങ്ങനെയാണ് ഇപ്പം ഇരിക്കണത്? അങ്ങേയറ്റം തപിച്ചു, ദുഃഖം കൊണ്ട് തപിച്ചിരിക്കുന്നു. ആ സീതാദേവിയെ അങ്ങ് കാണാനുള്ള സമയമായി, അല്ലെങ്കിൽ കാണാൻ ആ സീതാദേവിക്ക് ദർശനം നൽകാൻ കാരുണ്യമുണ്ടാവണേ എന്നാണ് പറഞ്ഞത് ഹനുമാനെ. യന്നിമിത്തോയമാരംഭ കർമ്മണം ച ഫലോദയ താം ദേവീം ശോകസന്തപ്താം ദ്രഷ്ടും അർഹസി മൈഥിലിം. അപ്പോൾ ദർശനം കൊടുക്കൂന്ന്. ഏവമുക്തോ ഹനുമതാ രാമോ ജ്ഞാനാവതാം വരാ മായാസീതാം പരിത്യക്തും ജാനകീ മനലേ സ്ഥിതാം ആദാതും മനസാധ്യാത്വാ രാമപ്രാഹ വിഭീഷണം. ഹനുമാനാൽ ജ്ഞാനവതാം വര രാമ, ജ്ഞാനവാന്മാരിൽ ഉത്കൃഷ്ടനായിട്ടുള്ള രാമൻ. ഹനുമാനാൽ ഏവം മുക്ത, ഹനുമാൻ ഇങ്ങനെ ശ്രീരാമനോട് പറഞ്ഞപ്പോൾ മായാസീതയെ പരിത്യജിക്കാനും, മായാസീതയാണ് രാവണൻ കൊണ്ടുപോയെന്നെ, ആ മായാസീതയെ പരിത്യജിക്കാനും അനലേ സ്ഥിത ജാനകി, അഗ്നിയിൽ സ്ഥിതി ചെയ്യുന്ന ജാനകിയെ ആദാതും സ്വീകരിക്കാനും മനസാധ്യാത്വ, മനസ്സുകൊണ്ട് തീർച്ചയാക്കിയിട്ട് രാമൻ വിഭീഷണം പ്രാഹ, വിഭീഷണോട് പറഞ്ഞു. അതായത് ഹനുമാൻ ജ്ഞാനസ്വരൂപനായി ഇരിക്കുന്ന രാമനോട് സീതയുടെ ഈ അപേക്ഷ അല്ലെങ്കിൽ പ്രാർത്ഥന ഇപ്രകാരം പറഞ്ഞപ്പോൾ മായാസീതയെ, അതായത് രാവണൻ കട്ടുകൊണ്ടുവന്ന സമയത്ത് ശരിക്കുള്ള സീത അഗ്നിയിൽ മറഞ്ഞു. മായാസീതയാണ് രാവണൻ കട്ടുകൊണ്ടുപോയത്. അതുകൊണ്ട് മായാസീതയെ ഉപേക്ഷിക്കാനും, സീത മായാസീതയല്ലേ, അഗ്നിമണ്ഡലത്തിൽ അഗ്നിയിൽ വസിക്കുന്ന സ്വന്തം സീതയെ സ്വീകരിക്കാനും മനസ്സുകൊണ്ട് തീർച്ചയാക്കിയ ശേഷം രാമൻ വിഭീഷണനോട് ഇങ്ങനെ പറഞ്ഞു. അതായത് രാക്ഷസന്മാർക്കൊന്നും തൊടാൻ കിട്ടില്ല ശരിക്കുള്ള സീത. അപ്പോൾ സീത രാവണൻ കട്ടുകൊണ്ടുപോയത് മായാസീതയാണ്. അങ്ങനെ രാവണൻ പിടിക്കുന്നതായപ്പോൾ ശരിക്കുള്ള സീത അഗ്നിയിൽ മറഞ്ഞു. എന്നിട്ട് മായാസീതയായിട്ട് അവിടെ നിന്നു കൊടുത്തു. ആർക്ക് വേണ്ടിയിട്ട്? രാവണന് വേണ്ട. ആ മായാസീതയാണ് രാവണൻ കൊണ്ടുപോയത്. അപ്പോൾ എന്താണ് ഭഗവാൻ പറയണത് വെച്ചാൽ, ഭഗവാൻ മനസ്സിൽ വിചാരിച്ചത് വെച്ചാൽ, ഓക്കെ, ആ മായാസീതയെ ഉപേക്ഷിക്കണം, എന്നിട്ട് ഞാൻ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന സീതയെ ഞാൻ സ്വീകരിക്കും എന്ന് മനസ്സുകൊണ്ട് തീർച്ചയാക്കിയിട്ട്, മായാസീത ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന എൻ്റെ സ്വന്തം സീതയെ ഞാൻ സ്വീകരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച ശേഷം വിഭീഷണനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞ്. ഏവമുക്തോ ഹനുമത രാമോ ജ്ഞാനവതാം വര മായാസീതാം പരിത്യക്തും ജാനകീ മനലേ സ്ഥിതാം ആദാതും മനസാധ്യാത്വാ രാമപ്രാഹ വിഭീഷണം. വിഭീഷണനോട് പറഞ്ഞു, ഗച്ഛരാജൻ ജനകജാം ആനയാശു മമാന്തികം സ്നാതാം വിരജവസ്ത്രാഢ്യാം സർവാഭരണഭൂഷിതാം. രാജൻ, അതായത് ഇപ്പോൾ വിഭീഷണൻ രാജാവാണല്ലോ ലങ്കയിലത്തെ, അതുകൊണ്ടാണ് രാജൻ എന്ന് സംബോധന ചെയ്തത്. രാജാവായിട്ടുള്ള വിഭീഷണ, ഗച്ഛ, പോയിട്ട് സ്നാതാം, അതായത് സ്നാനം ചെയ്തവളും കുളിയൊക്കെ കഴിഞ്ഞിട്ടേ വിരജവസ്ത്രാഢ്യാം, നല്ല വളരെ നിർമ്മലമായ അല്ലെങ്കിൽ പരിശുദ്ധമായ വസ്ത്രങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവളും സർവാഭരണഭൂഷിതാം, എല്ലാ ആഭരണങ്ങളും അലങ്കാരങ്ങളും ഇട്ടിട്ട് ജാനകിയെ മമ അന്തികം, എൻ്റെ സമീപത്തേക്ക് ആശു ആനയ, വേഗം കൊണ്ടുവന്നാലും. വിഭീഷണൻ്റെ രാജ്യമല്ലേ. അപ്പോൾ വിഭീഷണനോട് പറഞ്ഞു, അല്ലയോ വിഭീഷണ, അങ്ങ് വേഗം പോയി സീതയെ കുളി കഴിഞ്ഞ് നല്ല വസ്ത്രങ്ങളും പരിശുദ്ധമായ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് എല്ലാ സർവാലങ്കാരഭൂഷിതയായിട്ട് എൻ്റെ സമീപത്തേക്ക് വേഗം കൂട്ടിക്കൊണ്ടുവരൂ എന്ന് വിഭീഷണനോട് പറഞ്ഞു. ഗച്ഛരാജൻ ജനകജാം ആനയാശു മമാന്തികം, കൊണ്ടുവരണം എൻ്റെ അടുത്തേക്ക്. എങ്ങനെ? സ്നാതാം, കുളിപ്പിച്ചിട്ട്, വിരജവസ്ത്രാഢ്യാം, നല്ല നിർമ്മലമായ വസ്ത്രങ്ങൾ ധരിച്ച്,
സർവാഭരണഭൂഷിതാം, സർവാഭരണഭൂഷിതമായിട്ട് കൊണ്ടുവരൂ. ഇനി 71, 72, 73 ഒരു വരി. വിഭീഷണോപി തശ്രുത്വാ ജഗാമ സഹ മാരുതി രാക്ഷസീഭി സുവൃദ്ധാഭി സ്നാപയിത്വാ തു മൈഥിലീം. 71, 72. സർവാഭരണസമ്പന്നാമാരോപ്യ ശിബികോത്തമേ യാഷ്ടികൈർബഹുഭിർഗുപ്താം കഞ്ചുകോഷ്ണീഷിഭി ശുഭാം. 73 ഒരു വരി കേട്ടോ. താം ദ്രഷ്ടുമാഗതാഃ സർവേ വാനരാജനകാത്മജാം. തത് ശ്രുത്വ, വിഭീഷണൻ അത് കേട്ടിട്ട്, വിഭീഷണൻ സഹ മാരുതി, അതായത് ഹനുമാനെയും കൂട്ടിയിട്ട് ജഗാമ പോയി. സുവൃദ്ധാഭിഹി രാക്ഷസീഭി, വൃദ്ധകളായിട്ടുള്ള രാക്ഷസിമാരെ കൊണ്ട് മൈഥിലിയും, അതായത് സീതയെ സ്നാപയിത്വ കുളിപ്പിക്കാൻ വൃദ്ധകളായിട്ടുള്ള രാക്ഷസികളോട് ഏൽപ്പിച്ച് അവരെ കൊണ്ട് സീതയെ കുളിപ്പിച്ചിട്ട് സർവാഭരണ സമ്പന്നം, എല്ലാ ആഭരണങ്ങളും അണിയിച്ചവളായി, കഞ്ചുകോഷ്ടിഭിഹി ബഹുഭി യാഷ്ടികൈഹി ഗുപ്ത, അതായത് പലതരത്തിലുള്ള ഡ്രസ്സൊക്കെ, വസ്ത്രങ്ങൾ, തലക്കെട്ടുകൾ, ഇതൊക്കെ ധരിപ്പിച്ച അനേകം ആൾക്കാരാൽ സംരക്ഷിക്കപ്പെടുന്നവളും, അതൊക്കെ അങ്ങനെ കൂടുള്ള അവരൊക്കെ സംരക്ഷിച്ച് പെട്ടുകൊണ്ട് ശുഭ്രം, വളരെ പ്യുവറായി, അതായത് വൃത്തിയായിട്ട്, ജനകാത്മജ ജാനകിയെ ശിബികോത്തമേ, ആ ശിബികയിൽ, അതായത് അവിടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആരോപ്യ കയറ്റിയിട്ട്, ശിബികോത്തമേ ഉത്തമമായ ശിബികയിൽ കയറ്റിയിട്ട്, എനിക്ക് തോന്നുന്നത് ഈ ശിബിക അതാണ്, എന്താ പറയുക, ഈ കൊണ്ടുവരണ ഒരു സാധനമാണ്. ആൾക്കാരെ ഏറ്റിക്കൊണ്ടുവരിക, ഒരു ഒരു ഇതിൻ്റെ ഉള്ളിൽ മഞ്ചൽ പോലെ ശിബിക. അപ്പോൾ ശിബികോത്തമ, നല്ല ഉത്തമമായ മഞ്ചലിൽ ആരോപ്യ കയറ്റിയിട്ട് കൊണ്ടുവന്നു. താം ദ്രഷ്ടും, അവളെ, അതായത് സീതയെ ദർശിപ്പാൻ, സർവേ വാനര, ഇതുവരെ വാനന്മാരൊന്നും കണ്ടിട്ടില്ലേ, ഹനുമാൻ മാത്രമേ കണ്ടിട്ടില്ലേ. അപ്പോൾ എല്ലാ വാനന്മാരും ആഗത അവിടെ എത്തി, അവിടെ ചുറ്റും കൂടി നിന്നു. എന്താ പറഞ്ഞത്, രാമൻ്റെ ആജ്ഞ കേട്ടിട്ട് വിഭീഷണൻ ഹനുമാനോട് കൂടി ലങ്കാപുരിയിൽ പോയിട്ട്, എവിടെ സീത ഇരിക്കണം വെച്ചാൽ അവിടെ പോയിട്ട് വൃദ്ധയായിട്ടുള്ള രാക്ഷസ സ്ത്രീകളുടെ സഹായത്തോടെ സീതയെ കുളിപ്പിച്ച് സർവാഭരണഭൂഷിതയായിട്ട് വിശേഷമായിട്ടുള്ള മഞ്ചലിൽ കയറ്റി, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച്, തലയെക്കെട്ടൊക്കെ ധരിച്ചിട്ടുള്ളവരാണ് അത് ഏറ്റി നടക്കണത്. അങ്ങനെ കാവൽക്കാരോട് കൂടി സീതയെ കൊണ്ട് അവർ കൊണ്ടുവന്നു. അതായത് ഈ മഞ്ചൽ പിടിക്കണവരൊക്കെ അതിലിരിക്കണ സീതയെ കാണാനേ മഞ്ചലിലാണ് വരണേ. അപ്പോൾ വാനരന്മാർ ഇതുവരെ കണ്ടിട്ടില്ല, അവിടെയുള്ള എല്ലാ വാനരന്മാരും ചുറ്റും കൂടി സീതയെ ഒരു നോക്ക് കാണാനായിട്ട്. വിഭീഷണോ ബിതച്ഛുത്വാ ജഗാമ സഹമാരുതി രാക്ഷസീഭി സുവൃദ്ധാഭി സ്നാപയിത്വാ തു മൈഥിലീം സർവാഭരണ സമ്പന്നാമാരോപ്യ ശിബികോത്തമേ യാഷ്ടികൈർബഹുഭിർഗുപ്താം കഞ്ചുകോഷ്ണീഷിഭി ശുഭാം. താം ദ്രഷ്ടുമാഗതാ സർവേ വാനരാജനകാത്മജാം. അവരൊക്കെ ചുറ്റും കൂടി. താൻ വാരയന്തോ ബഹവ സർവതോ വേത്രപാണയ കോലാഹലം ച പ്രകുർവന്തോ രാമപാർശ്വം ഉപായയു. സർവത, എല്ലാ ദിക്കിലും താൻ വാരായന്തഃ, അവരെ തടുക്കുന്ന, ബഹവ വേത്രപാണയ, കുറേ അത് ഈ സീതയുടെ 4 ചുറ്റും നിൽക്കണ ആൾക്കാരെയാണ്, കോലൊക്കെ പിടിച്ച് നിൽക്കണേ. അവർ കോലാഹലം പ്രകുർവാന്തേ, കോലാഹലത്തെ ഉണ്ടാക്കുന്നവരായിട്ട്, അതായത് ബഹളം വയ്ക്കുക. രാമപാർശ്വം ഉപായു, രാമൻ്റെ അടുത്തെത്തി. അതായത് എല്ലാ ദിക്കുകളിൽ നിന്നും വാനരന്മാർ കാണാൻ വേണ്ടിയിട്ട് തിക്കി തിരക്കി നടക്കാൻ പറ്റാത്ത വിധത്തിൽ ഇപ്പോൾ ഈ സീതയെ കൊണ്ട് നടക്കുകയാണ് അവർ. അതിന് ഇവർക്ക് നടത്തത്തിനൊരു തടസ്സം ഉണ്ടാക്കുക, ഈ വാനരന്മാർ കാണാനുള്ള മോഹം കൊണ്ട് ചുറ്റും കൂടിയിട്ടേ. അങ്ങനെ ഇവർക്ക് സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് കൊണ്ട് നടക്കണവർക്ക് വിഷമായി. അപ്പം അവർ മാറാൻ വേണ്ടിയിട്ട് ഉറക്ക ശബ്ദം കൊണ്ട് മാറാൻ പറഞ്ഞ്, അങ്ങനെ മാറൂ എന്ന് പറഞ്ഞും കൊണ്ട് ഈ വാനരന്മാരെ കാണാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ വാനന്മാരെ ഇവരെ ഈ സീത കൊണ്ടുപോണ മഞ്ചലിനെ
എന്താണ് തടുക്കാതെ നോക്കിയും കൊണ്ട് അവർ ശബ്ദം ഉണ്ടാക്കിയും കൊണ്ട് അങ്ങനെ ശ്രീരാമൻ്റെ അടുത്ത് എത്തി. അത്ര വാനന്മാർക്ക് കാണാൻ അത്ര മോഹമുണ്ടേ. അപ്പം ആ മോഹം കൊണ്ട് കോലാഹലായി. അതാണ് താൻ വാരയന്തോ ബഹവ സർവതോ വേത്രപാണയ അതായത് വേത്രപാണയ എന്ന് പറഞ്ഞാൽ ഈ കോല് പിടിച്ചവരാണ്. അവരാണ് സീതയെ കൊണ്ടുവരണത്. അപ്പം അവർ പിന്നെ മാരന്മാരോട് മാറു പറയുക. കോലാഹലം പ്രകുർവന്തോ രാമപാർശ്വമുപായയു. അങ്ങനെ കോലാഹലത്തോടു കൂടി രാമൻ്റെ അടുത്തേക്ക് എത്തി. ഇനി നോക്കട്ടെ കേട്ടോ. ഒരു 75-76 ചെയ്യാം. ദൃഷ്ട്വാ താം ശിബികാരൂഢാം ദൂരാദധ രഘൂത്തമ വിഭീഷണ കിമർത്ഥം ദേ വാനരാൻ വാരയന്തി പശ്യന്തു വാനരാ സർവേ മൈഥിലിം മാതരം യഥാ പാദചാരേണ സായതു ജാനകീ മമ സന്നിധിം അഥ രഘുത്തമ. അതിനുശേഷം ശ്രീരാമൻ ശിബികാരൂഢാം താം, അതായത് ഈ മഞ്ചലിലിരിക്കുന്ന അവളെ, അതായത് സീതയെ, ദൂരാത് ദൃഷ്ട, അകലെ തന്നെ കണ്ടിട്ട്, വിഭീഷണ, ഹേ വിഭീഷണ, തേ അവർ, വാനരന്മാരെ, കിമർത്ഥം വാരയന്തി, എന്തിനാ വാനരന്മാരെ എങ്ങനെ പിന്നെ അകറ്റണ, എന്തിനാ നിരോധിക്കണമെന്ന്. അതായത് ഈ കോൽക്കാരന്മാർ വാനന്മാരോട് പൂ പറയണ്ടേ ഇവർക്ക് നടക്കാൻ പറ്റാനായിട്ട്. അപ്പോൾ അത് ഇഷ്ടമായില്ല ഭഗവാനെ. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങനെ ഈ കോല് പിടിച്ച ഈ കാവക്കാര് വാനരന്മാരെ എന്തിനാ അങ്ങനെ അകറ്റി നിർത്തണേ? സർവേ വാനര, എല്ലാ വാനരന്മാരും, മൈഥിലിയും, സീതയെ, മാതരം യഥ, അമ്മേ എന്ന പോലെ, പശ്യന്തു, കാണട്ടെ. അവർക്കൊക്കെ അത്ര മോഹം കൊണ്ടാണ് കാണാൻ. അതുകൊണ്ട് അവരെ ഇങ്ങനെ വിലക്കണ്ടെന്ന് പറയുകയാണ്. സാ ജാനകി, ആ ജാനകി പാദചാരേണ, കാൽനടയായിട്ട്, മമ സന്നിധിം യാതു, എൻ്റെ സമീപത്തേക്ക് വരട്ടെ. ആ ഡോലിന്നോ അല്ലെങ്കിൽ ആ മഞ്ചലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ, എല്ലാവർക്കും കാണാലോ, എന്നിട്ട് നടന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നോട്ടെ എന്ന് പറയാണ്. അതായത് സീത ഈ ഡോലിന്നോ മഞ്ചലെന്നോ എന്താ വെച്ചാൽ പറയാം, ആ മഞ്ചലിൽ ഇരുന്നതിനെ ദൂരത്തു നിന്ന് തന്നെ കണ്ട് രാമൻ വിഭീഷണനോട് പറഞ്ഞു, വിഭീഷണ, ഈ കാവക്കാരെന്തിനാ അങ്ങനെ വാനരന്മാരെ പിന്നെ അകറ്റാൻ നോക്കണത്? എല്ലാ വാനരന്മാരും അവർക്ക് അമ്മയെപ്പോലുള്ള സീതയെ കണ്ടോട്ടെ. അവർക്ക് അമ്മയെപ്പോലുള്ള സീത ആ വാനരന്മാരോട് ഇങ്ങനെ അകറ്റി നിർത്തണ്ട, അവരിങ്ങനെ വിലക്കണ്ട, അവർ അമ്മയെപ്പോലുള്ള സീതയെ കണ്ടോട്ടെ. സീത നാല് ആ മഞ്ചലിൽ നിന്ന് ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ ഡോലിയോ എന്താ വെച്ചാൽ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നിട്ട് എൻ്റെ സമീപത്തേക്ക് വരട്ടെ, എന്നാൽ എല്ലാവർക്കും കാണാലോ എന്നാണ് ശ്രീരാമൻ വിചാരിക്കുന്നത്. ശ്രീരാമന് അത്ര വാനന്മാരോട് സ്നേഹമുണ്ടേ. ദൃഷ്ട്വാ താം ശിബികാരൂഢാം ദൂരാദധ രഘൂത്തമ വിഭീഷണ കിമർത്ഥം ദേവാനരാൻ വാരയന്തി, എന്തിനാ അങ്ങനെ വാനന്മാരെ തടുക്കണമെന്ന്. പശ്യന്തു വാനരാ സർവേ മൈഥിലിം മാതരം യഥ, അമ്മയെപ്പോലുള്ള സീത അവർ കാണട്ടെ. പാദചാരേണ സായതു ജാനകി മമ സന്നിധിം, വേണമെങ്കിൽ നടന്നു വന്നോട്ടെ, എന്നാ കാണാലോ. ശ്രുത്വാ തദ്രാമവചനം ശിബികാദവരുഹ്യ സാ പാദചാരേണ ശനകൈ ആഗതാ രാമസന്നിധിം. തദ് രാമവചനം, ആ രാമൻ്റെ വാക്യത്തെ ശ്രുത്വ കേട്ടിട്ട്, ആര്? സീത, അവൾ ശിബികാദ്, ആ ശിബികയിൽ നിന്ന് അല്ലെങ്കിൽ മഞ്ചലിൽ നിന്ന്, അവരുഹ്യ ഇറങ്ങിയിട്ട്, പാദചാരേണ കാൽനടയായിട്ട്, ശനകൈഹി പതുക്കെ, ശനകൈ പതുക്കെ രാമസന്നിധിം ആഗത, രാമൻ്റെ സമീപത്തേക്ക് ആഗമിച്ചു. അതായത് ശ്രീരാമൻ ഇങ്ങനെ സീത ഇറങ്ങി നടന്നോട്ടെ എന്ന് പറയണത് കേട്ടപ്പോൾ സീത ആ ശിബികയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാലുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ നടന്ന് രാമൻ്റെ സമീപത്തിൽ വന്നു എന്നാണ് പറഞ്ഞത്. ശ്രുത്വാ തദ്രാമവചനം ശിബികാദവരുഹ്യ സാ പാദചാരേണ ശനകൈരാഗതാ രാമസന്നിധിം രാമോപി ദൃഷ്ട്വാ താം മായാസീതാം കാര്യാർത്ഥനിർമ്മിതാം അവാച്യവാദാൻ ബഹുശ പ്രാഹ താം രഘുനന്ദനാം. കാര്യാർത്ഥനിർമ്മിത, കാര്യത്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട താം മായാസീത, അത് മായാസീതയാണ്. ആ മായാസീതയെ ദൃഷ്ട്വ കണ്ടിട്ട്, രഘുനന്ദന, രഘുകുലത്തെ ആനന്ദിപ്പിക്കുന്ന രാമൻ,
അഭിരാമനും അവാച്യവാദാൻ പറയാൻ പാടില്ലാത്ത വാക്കുകളെ താം അവളോട് ബഹുശ പ്രാഹ. മായാസീതയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് എന്തറിയോ ഈ പിന്നെ രാക്ഷസൻ്റെ വധം സാധിക്കാൻ വേണ്ടിയിട്ട്, അതായത് രാവണനെ വധിക്കാൻ വേണ്ടി മായാസീതയായിട്ട് നിന്നതാണ് സീത. അപ്പം രാക്ഷസൻ്റെ വധം എന്നുള്ള രാവണവധം എന്ന കാര്യം സാധിക്കാൻ വേണ്ടി നിർമ്മിച്ച ആ മായാസീതയെ കണ്ടിട്ട് രഘുവംശത്തിൻ്റെ കീർത്തിയെ നിലനിർത്തുന്ന ഈ ഭഗവാൻ രാമൻ സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ലാത്ത വാക്കുകളെ സീതയോട് പറഞ്ഞു എന്ന്. അതായത് സീത പിഴച്ചു പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, അതുകൊണ്ടാണ് തീയിൽ ചാടണം എന്നൊക്കെ പറഞ്ഞത്. അത് മായാസീതയാവുകൊണ്ടാണ്. അതായത് രാവണൻ്റെ വധത്തിന് വേണ്ടി മായാസീതയായിട്ട് രൂപമെടുത്ത സീതയോട് സാധാരണ നിലയ്ക്ക് ഇത്ര നല്ലൊരു രാജാവ് പറയാൻ പാടില്ലാത്ത വാക്കുകൾ സീതയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താട്ടോ. രാമോപി ദൃഷ്ട്വാ താം മായാസീതാം കാര്യാർത്ഥ നിർമ്മിതാം. മായാസീതയോടാ പറയണം, നമ്മൾ ആലോചിക്കണം കേട്ടോ. അവാച്യവാദാൻ ബഹുശ പ്രാഹ താം രഘുനന്ദനൻ പറയാൻ പാടില്ലാത്ത അവാച്യവാദൻ, പറയാൻ പാടില്ലാത്ത വാക്കുകളെ സീതയോട് പറഞ്ഞു. അതായത് ദുഃഖാവന്തക്കോണം സാധാരണ നിലയ്ക്ക് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു എന്ന് അവിടെ നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.